ജൂൺ 19 വായനാ ദിന ക്വിസിലേക്കുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പരിചയപ്പെടാം. എന്ന് മുതലാണ് വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്? 1996 ജൂൺ 19. ആരുടെ ചരമവാർഷികമാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതാരാണ്? PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേരെന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. ഏത് വായനശാല ആരംഭിച്ചാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത്? സനാതനധർമ്മം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത് ആരുടെ സന്ദേശമാണ്? PN പണിക്കർ. ഏത് സാംസ്കാരിക ജാഥയുടെ മുദ്രാവാക്യമാണ് വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നത്? 1970 പാറശാല മുതൽ കാസർഗോഡ് വരെ നടത്തിയ ജാഥയിൽ. PN പണിക്കരുടെ ഓർമ്മയ്ക്കായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2004 ജൂൺ 19. എത്ര രൂപയുടെ തപാൽ സ്റ്റാമ്പാണ് അന്ന് പുറത്തിറക്കിയത്? 5 രൂപയുടെ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? SR രംഗനാഥൻ. നിരക്ഷരത നിർമ്മാർജ്ജനത്തിനായി 1977 രൂപം നൽകിയ അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതി ഏതാണ്? CANFED, കേരള നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ. ലോക പുസ്തക ദിനം എന്നാണ്? ഏപ്രിൽ 23. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ലൈബ്രറിയൻ ആരാണ്? BS കേശവൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏതാണ്? ദി നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. ആരുടെ ജന്മദിനമാണ് മഹാരാഷ്ട്ര വായനാ ദിനമായി ആചരിക്കുന്നത്? APJ അബ്ദുൽ കലാം. 1993 ഗ്രന്ഥശാല നിയമം പാസാക്കിയ സംസ്ഥാനം? ഗോവ. ഗോവ പബ്ലിക് ലൈബ്രറി ആക്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി? ലൈബ്രറി ഓഫ് കോൺഗ്രസ്. ആദ്യത്തെ ലൈബ്രറി ആരംഭിച്ചതാരാണ്? ബെൻ ഫ്രാങ്ക്ലിൻ. ഇനി കുറച്ച് പുരസ്കാരങ്ങൾ പരിചയപ്പെടാം. കേരള സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം നൽകിയ വർഷം ഏതാണ്? 1993. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? SK വസന്തൻ. 2022 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? സേതു. എഴുത്തച്ഛൻ പുരസ്കാര സമ്മാനത്തുക 5 ലക്ഷം രൂപ. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ്? ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷി. 2023 വയലാർ അവാർഡ് ജേതാവ്? ശ്രീകുമാരൻ തമ്പി. ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. 2022 വയലാർ അവാർഡ് ജേതാവ്? S ഹരീഷ്. വയലാർ അവാർഡ് സമ്മാനത്തുക 1 ലക്ഷം രൂപ. 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്? PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. 2022 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്? അംബിക സുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. ഓടക്കുഴൽ പുരസ്കാര സമ്മാനത്തുക 30,000 രൂപ. ആദ്യത്തെ വള്ളത്തോൾ പുരസ്കാര ജേതാവ്? പാലാ നാരായണൻ നായർ. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ്? പോൾ സക്കറിയ. വള്ളത്തോൾ പുരസ്കാരം ആദ്യമായി നൽകി തുടങ്ങിയത് ഏത് വർഷമാണ്? 1991. വള്ളത്തോൾ പുരസ്കാര സമ്മാനത്തുക 1,11,111.